അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പും ക്യാരറ്റും ചവ്വരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതൊരു 100 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി വാരി വെച്ചതാണ്. ഇനി ഒരു 25 ഗ്രാം ചവ്വരി ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ട് വെള്ളം വാർത്തെടുത്തതാണ്. അതും കൂടി നമുക്കൊരു കുക്കറിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ കുക്കറിൽ ഒരൊറ്റ വിസിൽ വന്ന് ആവിയൊക്കെ മൊത്തമായിട്ട് പോയി കിട്ടിയതിന് ശേഷം നമ്മളൊന്ന് തുറന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുപയർ പരിപ്പും നമ്മുടെ ചവ്വരിയൊക്കെ നല്ല മുത്തുമണിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശു നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതിലേക്ക് ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു പിടി മുന്തിരിയും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് ബോൾസായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഒരു ക്യാരറ്റ് ഒന്ന് ചീകിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ളൊരു ക്യാരറ്റാണ് ഇത്. നമുക്ക് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഒന്ന് പച്ചച്ചോവ മാറി കിട്ടിയാൽ പോരാ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നെയ്യിൽ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ പായസം റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചവ്വരിയും ചെറുപയർ പരിപ്പും കൂടി വേവിച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു 2 അച്ച് ശർക്കര നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒത്തിരി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു അച്ചും കൂടി ശർക്കര ചേർക്കാം. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ട് ഒന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിള വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ആ ചവ്വരിയും ഇതൊന്ന് ചെറുപയർ പരിപ്പൊന്ന് വേവിക്കാനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് ഇതായിട്ട് വരുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു 4 ഏലക്ക നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു പിഞ്ച് ഉപ്പ്, ഒരു കുഞ്ഞു നുള്ളത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഉപ്പ് ചേർത്ത് ഒന്ന് തുള്ളി വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കപ്പ് പാല് നമ്മൾ തിളപ്പിച്ച് ഒന്ന് ചൂട് പോയതാണ്. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരിക്കലും ഇത് തിളപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ശർക്കര ചേർത്ത കാരണം ഈ പാലും ശർക്കരയും കൂടി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുക്കുക. പാൽ അതിനാണ് നമ്മൾ മുന്നേ തിളപ്പിച്ച് വെച്ചത്. പാൽ ഇതിൽ പായസത്തിൽ കിടന്നിട്ട് തിളക്കാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പോൾ ഇതാ പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ ചവ്വരിയൊക്കെ നല്ല മുത്തുമണികളായിട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ പായസം റെഡിയായി. ഇതൊന്ന് ചൂട് പോയാൽ ഒന്നും കൂടി കുറുകി വരും. അതാണ് നമ്മൾ ഇത്രയും ഒരു ലൂസിൽ ഇതുണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.